നിരവധി സാധാരണക്കാരാണ് ഇങ്ങോട്ട് ഒഴുകിയെത്തുന്നത്. അതായത് കഥകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി എം.ടിയുടെ കഥകളും സിനിമകളും ഒക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി സാധാരണക്കാരാണ് ഇവിടെ ഭൂരിഭാഗവും പേരും ഉള്ളത്. അപ്പോൾ ഇവരുടെ അതായത് അവസാനമായി ഒരു നോക്ക് കാണാനാണ് എം.ടി എന്നുള്ള ഒരു ചേച്ചി, അതായത് ഈ എഴുത്തുകാരൻ, പത്രപ്രവർത്തകൻ, അങ്ങനെ എല്ലാം സന്നിവേശിപ്പിച്ച ഒരാളാണ് എം.ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ എങ്ങനെ കാണുന്നു? ഏറ്റവും വലിയൊരു നഷ്ടമായിട്ടാണ്, തീരാ നഷ്ടമായിട്ടാണ് കാണുന്നത്. ഒരു അതുല്യ പ്രതിഭയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. നികത്താൻ പറ്റാത്തൊരു നഷ്ടമെന്ന് തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥകളും സിനിമകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ വർഷങ്ങളായി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അത്തരത്തിലൊരു കഥകളും സിനിമകളും പിറക്കില്ല എന്നതിൽ അതിയായ ദുഃഖമുണ്ടോ? തീർച്ചയായും. അദ്ദേഹത്തിൻ്റെ കാലം, നാലുകെട്ട്, അസുരവിത്ത് തുടങ്ങിയ നോവലുകളും, മഞ്ഞ്, ഏറ്റവും മനോഹരമായ പ്രണയത്തിൻ്റെ തീവ്രഭാവങ്ങൾ ഉണർത്തുന്ന മഞ്ഞ് പോലെയുള്ള നോവലുകളും ഇനി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത്. എങ്ങനെയാണ് എം.ടിനെ ഓർത്തെടുക്കുന്നത്? അതായത് ഒരുപാട് കഥകളിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരു വലിയ എഴുത്തിൻ്റെ മാനം തന്നൊരു വ്യക്തിയാണ് എം.ടി വാസുദേവൻ നായർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? അദ്ദേഹത്തിന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം കാലം തന്ന വലിയ ഒരു ഗിഫ്റ്റായിരിക്കും നമുക്ക് സാഹിത്യരംഗത്ത്. അത് കാലം തന്നെ തിരിച്ചെടുത്തു എന്ന് പറയാം. അദ്ദേഹത്തെ പോലെ ഒരു സാഹിത്യകാരൻ നമുക്ക് കിട്ടാൻ ഇനിയും ഒരുപാട് കാലം എടുക്കേണ്ടി വരും എന്ന് വിശ്വസിക്കുന്നു. അതായത് അദ്ദേഹം പലപ്പോഴായി പറയായിരുന്നു, മരണമാണ് വലിയ സത്യം, മരണമാണ് ഏറ്റവും വലിയ സത്യം എന്ന് അദ്ദേഹം പലപ്പോഴായി പല വേദികളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗവും അങ്ങനെ ഒരു സത്യമാണ് ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹം എല്ലാം ഒരു യാഥാർത്ഥ്യബോധത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു എഴുത്തുകാരനാണല്ലോ. വലിയ ജാടയില്ലാതെ എല്ലാം അദ്ദേഹത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ചുള്ള ജാടയും അതുപോലുള്ള രംഗത്തല്ല അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ തോന്നിയിട്ടുള്ള പ്രവർത്തനം നടത്തിയ മനുഷ്യനാണ്. ചേച്ചി, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പൊള്ളയായി ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നിഷ്കളങ്കമായിട്ടുള്ള മോഹങ്ങൾ, സ്നേഹങ്ങൾ, സ്വപ്നങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കഥകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മൾ നോക്കി കാണുമ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ ഉള്ള കഥകൾ വരണമെങ്കിൽ എത്ര കാലം കഴിയേണ്ടി വരുന്നതാണ് ഞങ്ങളെപ്പോലുള്ളൊരു സങ്കടം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള കാര്യങ്ങൾ നേരെ ചൊവ്വേ സത്യസന്ധമായിട്ട് ആരെയും പേടിക്കാതെ ഉള്ളത് വളരെ കൃത്യതയോട് കൂടിയിട്ട് പറയാൻ എം.ടി എവിടെയും മടിച്ചിട്ടില്ല. നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ഒരു എഴുത്തുകാരൻ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. എം.ടിയെ പോലെ ഇനി ഒരാളുണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ്. അത്രത്തോളമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ തീരാനഷ്ടം തന്നെയായിട്ട് അടയാളപ്പെടുത്തുമല്ലേ? സാഹിത്യലോകത്ത് തീരാനഷ്ടം തന്നെയാണ്. ഇങ്ങനെയൊരു പ്രതിഭ, സാഹിത്യ പ്രതിഭ ഇനി ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരു കാരണവശാലും ഈ തരത്തിൽ ഇത്രയും അധികം നോവലും എല്ലാ രംഗത്തും, സിനിമാ രംഗത്തും എല്ലാ രംഗത്തും പ്രതിഭ തെളിയിച്ച ഒരു എത്ര ഓർമ്മകളാണ് എം.ടി വാസുദേവൻ നായർ എന്ന അതുല്യനായ എഴുത്തുകാരൻ.